മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ്. അതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥം തേടി നടക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സുവിശേഷം നമുക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത്. പരമ്പരാഗതമായി ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്നത് പാപികളായ മനുഷ്യർ മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരണം എന്ന രീതിയിലാണ്. ആ വ്യാഖ്യാനം നിലനിൽക്കെ തന്നെ പുതിയൊരു വ്യാഖ്യാനവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ നാണയവും നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ കഥയും ധൂർത്തപുത്രരുടെ ഉപമയും നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യജീവിതത്തിൻ്റെ മൂല്യം തന്നെയാണ്. ഒരു നാണയം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിന് യാതൊരു മൂല്യവുമില്ല. അത് മറ്റു നാണയങ്ങളുടെ കൂടെ ചേരുമ്പോൾ മാത്രമാണ് അതിന് മൂല്യം ലഭിക്കുന്നത്. അല്ലെങ്കിൽ അതെവിടെയെങ്കിലും കിടന്ന് തുരുമ്പെടുത്ത് എന്നേക്കുമായി നശിച്ചു പോവുകയുള്ളൂ. ഇതുപോലെ മനുഷ്യരും ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവൻ ആത്മഹത്യയിലേക്കോ മറ്റ് നാശത്തിലേക്കോ തിരിയാനാണ് സാധ്യത കൂടുതൽ. എന്നാൽ അവൻ്റെ സമൂഹത്തോടെ ചേർന്ന് നിൽക്കുമ്പോൾ അവന് വലിയ മൂല്യം സിദ്ധിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന പണം മറ്റ് പണത്തോട് ചേർന്ന് ഓരോ പ്രാവശ്യവും കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നത് പോലെ മനുഷ്യനും തൻ്റെ കഠിനാധ്വാനത്തിലൂടെ അവൻ്റെ മൂല്യം എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ആട് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ അത് ഏതെങ്കിലും കാട്ടിൽ കിടന്ന് രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ കാട്ടുമൃഗങ്ങൾക്ക് അത് ഇരയായി തീരാനാണ് സാധ്യത. ഇതുപോലെ മനുഷ്യനും തൻ്റെ ആ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവൻ്റെ ജീവന് വേണ്ടിയുള്ള നിലവിളി അവനെ പലപ്പോഴും അപകടത്തിൽ കൊണ്ടുവന്നെത്തിക്കും. അവൻ്റെ സ്വന്തക്കാരോ പ്രിയപ്പെട്ടവരോ അവനെ രക്ഷിക്കാനുണ്ടാവില്ല. അവൻ ഏതെങ്കിലും രാജ്യത്തിൽ ചെന്ന് തെരുവിൽ വിൽക്കപ്പെടാനോ അടിമവേല ചെയ്യാനോ ആണ് അവന് പിന്നീട് ഉണ്ടാകുന്ന അവൻ്റെ ഗതി. മനുഷ്യജീവിതത്തിൻ്റെ മൂല്യം എത്രയോ വലുതാണ്. ഈ ആട് അതിൻ്റെ സമൂഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ മൂല്യം എത്രയാണ്? ഓരോ മനുഷ്യൻ്റെയും മൂല്യം എത്രയാണെന്ന് ഒരിക്കലും നമുക്ക് വിലമതിക്കാനാവില്ല. ധൂർത്തപുത്രൻ വീട് വിട്ട് ദൂരദേശത്ത് ചെല്ലുമ്പോൾ അവൻ ഒരു അടിമയായിത്തീരുന്നു. അവൻ്റെ ജീവിതം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ അവൻ തിരികെ എത്തുമ്പോൾ അവന് രാജകീയമായ സ്വീകരണമാണ് വീട്ടിൽ ലഭിക്കുന്നത്. അവൻ്റെ കൈകളിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കപ്പെടുന്നു. അവന് നല്ല വസ്ത്രങ്ങൾ ലഭിക്കുന്നു. അവന് പുത്രൻ്റേതായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ലഭിക്കുന്നു. ഇതുപോലെ ഒരു മനുഷ്യൻ അവൻ്റെ ശരിയായ അസ്തിത്വത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൻ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അവകാശിയായി മാറുന്നു. മനുഷ്യന് അത്രമാത്രം മഹത്വമുള്ള ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് മനുഷ്യ മനസ്സിൻ്റെ പ്രവർത്തനം മൂലമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ജീവിതത്തിൻ്റെ അർത്ഥം തേടി ഇറങ്ങുന്നതും ജീവിതത്തിൻ്റെ അർത്ഥം കാണാതെ തിരിച്ച് സ്വന്തം സമൂഹത്തിലേക്ക് വരുന്നതുമെല്ലാം മനസ്സിൻ്റെ പ്രതിഭാസമാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മൾ ജീവിതത്തിൻ്റെ നമ്മുടെ അർത്ഥം തേടിയുള്ള യാത്രയിൽ ഇപ്പോൾ എവിടെയാണ്? നമ്മൾ
നന്മയിലേക്കുള്ള പാതയിലേക്കാണോ അതോ ഇപ്പോഴും തിന്മയിലേക്കുള്ള പാതയിലേക്കാണോ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ദൈവത്തിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. മനുഷ്യ ജീവിതത്തിൻ്റെ മഹത്തായ മൂല്യം കണ്ടെത്തുവാനും നല്ല ജീവിതം നയിക്കുവാനും ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടാവും. പ്രാർത്ഥിക്കുന്നു. ആമേൻ.